ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. മുകളിലായിട്ട് മെനു ബാർ കാണാം. ഇതിനകത്ത് ഹോം ബട്ടൺ ഉണ്ട്. ദെൻ ബ്രാൻഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കാണാം. അതുപോലെ തന്നെ ആപ്സ്, ഡ്രീം ലാബ് എന്ന് പറയുന്നത് AI ക്രിയേറ്റ് ചെയ്യുന്ന സംഗതികളാണ്. ആസ്കി ക്യാൻവ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഹെൽപ്പ്. ട്രാഷ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ, ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ ഇവിടെ കാണാം. ദെൻ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഫയലിന് സെർച്ച് ചെയ്യേണ്ടത്. അതായത് ഏത് ടൈപ്പ് ഡിസൈനാണ് വേണ്ടത്, ഏത് ടെംപ്ലേറ്റ് ആണ് വേണ്ടത്, ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ലേണിംഗ് പ്ലാറ്റ്ഫോം, ഇതൊരു ബാനറാണ്. ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ബാനറുകൾ വരാറുണ്ട്. ആൻഡ് ഇവിടെ ഡീഫോൾട്ട് ആയിട്ടുള്ള കുറേ അധികം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതൊക്കെ നമ്മൾ വെബിൽ കണ്ട സെയിം ആയിട്ടുള്ള സാധനമാണ്. ഇത് AI വെച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേക്ക് മീ ആൻ ഇമേജ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, റീസൈസ് ഡിസൈന്, അതുപോലെ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സാണ്. വാട്സ് ന്യൂവിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഇവിടെ കാണാൻ പറ്റും. നമ്മളുടെ റിസൻറ്റ് ഡിസൈൻ ഇവിടെ കാണാം. ഇൻസ്പയർ, നമ്മുടെ ലാസ്റ്റ് ഡിസൈനെ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സജഷൻസ് കാണാം. ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള സംഗതികൾ, അതുപോലെ തന്നെ പുതിയ ക്യാൻവ ടെംപ്ലേറ്റുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കുറേ സജഷൻസാണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, വെബിനാർ ഫ്ലയേഴ്സ്, ഞാൻ വെബിനാറിൻ്റെ ഫ്ലയേഴ്സ് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണാം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി താഴത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ബട്ടനാണ്. ഇപ്പോൾ ഹോമിലാണ് നിൽക്കുന്നത്. പ്രൊജക്റ്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകൾ, അതിനെ ഫോൾഡറായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഇവിടെയാണുള്ളത്. സോ ഇത് പ്രൊജക്റ്റ്. ദെൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് എന്താണോ നമുക്ക് വേണ്ടത് അത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻ്റൊക്കെ ഇവിടുന്നാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ യു ഇതിൽ നമുക്ക് സജഷൻസ് വന്നിട്ടുള്ളതാണ്. ഡോക്ക് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, വൈറ്റ് ബോർഡ് ആൻഡ് വോട്ടെവർ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ആൻഡ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സുകൾ മാത്രമായിട്ട് കിട്ടും. എല്ലാ തരത്തിലുള്ള ടെംപ്ലേറ്റുകളും ഇവിടെ കാണാം. ഓൾസോ നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. പ്രോ വേർഷനിൽ പോയി കഴിഞ്ഞാൽ പ്രീമിയം ഫീച്ചേഴ്സ് പർച്ചേസ് ചെയ്യാനും അതിനകത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഹോമിൽ വന്നു. ഇനി നമുക്കൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ എനിക്ക് വേണ്ടത് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. സോ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിസൈനുകളും ഇവിടെ വരും. ആൻഡ് ലേറ്റസ്റ്റ് ട്രെൻഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞാണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാം. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റൈൽസുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റാണ് എടുക്കേണ്ടതെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇതിനകത്തുനിന്ന് കണ്ടുപിടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. സപ്പോസ് എനിക്ക് വേണ്ടത് റിയൽ എസ്റ്റേറ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പെയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ അതായത് പ്രീമിയം ഉണ്ട്, ഫ്രീയും ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം. മാജിക് ഡിസൈൻ ഓപ്ഷനിൽ വന്നിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട്, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാജിക് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം വേർഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടൈപ്പ് പോസ്റ്റാണോ വേണ്ടത് അത് നമുക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇതിൽ കാണാൻ കൊള്ളാവുന്നതെല്ലാം പ്രീമിയം ആയിരിക്കും എന്നുള്ളതാണ് രസകരമായിട്ടുള്ളൊരു സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ഡിസൈൻ എടുക്കാം, ലൈക്ക് ദിസ് വൺ. അപ്പോൾ ഇത് ഞാൻ എടുത്തു. നമുക്ക് ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാന്നുള്ളതാണ്. ബാക്കി നമ്മൾ ചെയ്തതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഹോം ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് മെനു ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത മേഖലയിലേക്ക് സ്വിച്ച് ചെയ്ത് പോകാം. ഇവിടെ അൺഡു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ തിരിച്ച് പഴയതിലേക്ക് കൊണ്ടുപോകാൻ അൺഡു ചെയ്താൽ മതി. അതുപോലെ തന്നെ റീഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് വീണ്ടും വരാൻ വേണ്ടിയിട്ട് റീഡു ഉപയോഗിക്കാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഇതിനകത്താണ് നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ പേര് തിരുത്തുന്നത്. ഇപ്പോൾ MR ആണ് നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് മോഡിലേക്ക് തന്നെ തിരിച്ചു പോകാം. പിന്നെ ഇവിടെ നമുക്ക് പ്രീമിയം ഓപ്ഷൻസ് ഉണ്ട്, ചാറ്റിംഗ് ഓപ്ഷൻസ്, ഡൗൺലോഡ്. ഇത് നേരെ ഡൗൺലോഡ്
ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡൗൺലോഡിലേക്കാണ് പോവുക. നേരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഏത് ഫോർമാറ്റിലാണോ ഉള്ളത് അതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ആവും. ഓക്കെ, ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പ്രീവിയസ് കോൺടാക്റ്റിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എയർ ഡ്രോപ്പ് പോലത്തെ ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യാനും സേവ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈബ്രറിയിലേക്ക് വന്നിട്ടുണ്ടാവും. ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ആൻഡ് ഇത് ഷെയർ ഓപ്ഷനാണ്. ഷെയർ ഓപ്ഷനിൽ നമുക്ക് മറ്റ് ഷെയറിങ് ഓപ്ഷൻസ് ഇൻക്ലൂഡിങ് ഡൗൺലോഡ് അടക്കമുള്ള എല്ലാ ഓപ്ഷൻസും കാണാം. ഇമെയിൽ അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടെംപ്ലേറ്റുകൾ വീണ്ടും ഇവിടെ കാണാൻ പറ്റും. ടെംപ്ലേറ്റുകൾ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് പകരം നമുക്ക് വേറെ ടെംപ്ലേറ്റാണ് വേണ്ടത്, ലൈക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ആണ് ആവുക കേട്ടോ. ആ ടെംപ്ലേറ്റ് നേരെ റീപ്ലേസ് ആയിട്ട് ഈ ടെംപ്ലേറ്റ് വരികയാണ് ചെയ്യുക. ഇനി വേറൊരു പേജിലേക്കാണ് വേണ്ടതെങ്കിൽ ഒരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് പിൻ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് ആഡ് ചെയ്യുക. ഇനി പേജ് ആഡ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ്. ഞാനിത് ക്ലിക്ക് ചെയ്തു. ആൻഡ് ഇതിൽ വന്നിട്ട് ഡിസൈൻ കൊടുത്ത് ലൈക്ക് അതെടുക്കുക. അപ്പോൾ 2 പേജായി. അപ്പോൾ പേജ് 1 പേജ് 2 അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഡിസൈനകത്ത് വരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻ എടുക്കാം. അതുപോലെ തന്നെ സ്റ്റൈൽ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റൈലുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ടാണ് അവിടെ അത് വരാതിരുന്നത്. മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഡിസൈനിന് സപ്പോസ് ഈ ഡിസൈൻ എനിക്ക് വേറെ സ്റ്റൈലാണ് വേണ്ടത്. അപ്പോൾ ഇതിന് സെലക്ട് ചെയ്യുക. ഈ സ്റ്റൈലാണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റൈലിലേക്ക് അത് വന്നുകൊള്ളും. ഓക്കെ, അപ്ലൈ ടു ഓൾ പേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് പേജുകളിലേക്കും ഇതേ സ്റ്റൈല് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബ്രാൻഡൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പേജിലേക്ക് വരാം. പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് താഴെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ മാറി. ഇവിടെ കണ്ടോ ഒരു ഇൻറ്റു മാർക്കൊക്കെ വരും. നമ്മൾ പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് അൺഡു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട മെനുവിലേക്ക് തന്നെ വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഈ ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണും. ഈ ബോക്സിനകത്ത് തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ആ ബോക്സ് ടൈപ്പ് പറയുന്നത്. ഞാൻ ഇതിൽ സെലക്ട് ചെയ്തു, നമ്മൾ ടെക്സ്റ്റിൽ സെലക്ട് ചെയ്തു. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഇതിൽ വന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റിൽ ഫസ്റ്റ് ഉള്ളത് ലിങ്ക് ആഡ് ചെയ്യാൻ. നമുക്ക് ഹൈപ്പർ ലിങ്ക് ഒക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ PDF ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റിലേക്കോ മറ്റോ ഒക്കെയുള്ള വാട്സപ്പിലേക്കൊക്കെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കമൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കമൻറ്റൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കളേഴ്സ് ആഡ് ചെയ്യാം. നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റിനകത്തുള്ള ബാക്കി ഇമേജസ് ഉണ്ട്. ഇമേജസിനകത്തുള്ള കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഡീഫോൾട്ട് കുറച്ച് കളറുണ്ട്. നമുക്ക് കളർ എഡിറ്റർ ഉപയോഗിച്ച് ആവശ്യമുള്ള കളർ മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഈ ടെക്സ്റ്റ് കളറിനകത്താണുള്ളത്. ദെൻ ബോൾഡ് ആക്കാനുള്ള ഓപ്ഷൻ, ബോൾഡ് അല്ലാതെ ആക്കാൻ, ഇറ്റാലിക് ആക്കാനുള്ള ഓപ്ഷൻ, അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ, സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ ഓൾ ക്യാപ്സ് ഓപ്ഷനും ഇവിടെ കാണാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കുള്ളത് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ വന്നിട്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടുകൾ അതുപോലെ തന്നെ മറ്റു ഫോണ്ടുകളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഫോണ്ട് എൻ്റയർ ഡോക്യുമെൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റയർ ഡോക്യുമെൻറ്റിൽ ആ സെയിം ഫോണ്ടുള്ള സ്ഥലത്തെല്ലാം ആ ഫോണ്ട് ചേഞ്ച് ആയിക്കോളും. ആൻഡ് ഇത് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇത് ഉപയോഗിച്ച് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഇതാണ്. ചെറിയ സൈസായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക, ചെറിയ സ്ക്രീനല്ലേ. അപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോകും. ടെക്സ്റ്റ് സ്റ്റൈല് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മലയാളമൊക്കെ നേരത്തെ സെലക്ട് ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈല് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഇത് ഒരു സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അലൈൻമെൻറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റ് റൈറ്റ് ജസ്റ്റിഫൈഡ് ആൻഡ് വോട്ടെവർ സെൻട്രൽ. ബുള്ളറ്റ് ആഡ് ചെയ്യാൻ, ബുള്ളറ്റ് ഓർ നമ്പറിങ് ആഡ് ചെയ്യാൻ, ഒഴിവാക്കാനും സെയിം തന്നെ. ഇത് നമ്മളുടെ ലെറ്റർ സ്പേസിങ് ആൻഡ് ലൈൻ സ്പേസിങ്, ലെറ്റർ സ്പേസ് കൂട്ടാനും കുറയ്ക്കാനും,
അതുപോലെ തന്നെ ലൈൻ സ്പേസ് ഇത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ലൈൻ സ്പേസ് ഇല്ല. അതുപോലെ തന്നെ ലെറ്റർ ബോക്സിൻ്റെ അലൈൻമെൻറ്റ് ടോപ്പ്, ബോട്ടം ആൻഡ് സെൻട്രലാണ് ഡിഫോൾട്ട് ഉണ്ടാവുക. ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഫോൾട്ട് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ടെക്സ്റ്റ് ബോക്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് അല്ലാതെ തന്നെ ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക്. ഫോണ്ടിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോണ്ട്, ഇത് റീസെൻ്റ്ലി യൂസ് ചെയ്ത ഫോണ്ടുകളാണ്. ഇതിൽ ഈ അപ്പ് ആരോക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് സെറ്റുകൾ ഇവിടെ കാണാം. ഇപ്പോൾ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോണ്ടുകളും, ബോൾഡായിട്ടുള്ള ഫോണ്ടുകളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തും പ്രീമിയം ഫോണ്ടുകളും ഫ്രീ ഫോണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് നോക്കിയിട്ട്, പ്രീമിയം ഫോണ്ടിനകത്ത് ഒരു പ്രീമിയം ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ഏത് ടൈപ്പ് ഫോണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫോണ്ടിൻ്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഫോണ്ടിൻ്റെ സൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, കളർ, അതുപോലെ തന്നെ ബിക്കകത്താണ് ഫോർമാറ്റുകളുള്ളത്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്, സ്ട്രൈറ്റ് ത്രൂ, നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ചില ഫോണ്ടിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക് ഒന്നും വർക്കാവില്ല. അപ്പോൾ അതില്ലാത്ത ഫോണ്ടുകൾ ഇവിടെ കാണാം. ഇത് ഹൈഡായിട്ടാണ് കാണിക്കുന്നത്. ലെഫ്റ്റ്, സെൻട്രൽ ആൻഡ് റൈറ്റ്, ജസ്റ്റിഫൈ, അലൈൻമെൻറ്റുകൾ, ബുള്ളറ്റ് ഓപ്ഷൻസ്. അപ്പോൾ ഇത്രയാണ് ഫോർമാറ്റിനകത്തുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേസിങ്. ദെൻ സ്പേസിങ്ങിനകത്ത് നേരത്തെ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയുണ്ടോ, അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇഫക്റ്റിനകത്താണ് നമ്മൾ ഇഫക്റ്റ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഹാലോ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതിൻ്റെ എഡിറ്റ് ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റിങ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഓക്കെ, കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് ഇഫക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷേപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിനകത്താണ് നമ്മൾ കർവ് ചെയ്യുന്നത്. അതായത് നമ്മൾ സീലൊക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഷേപ്പിനകത്താണ്. ഓക്കെ, ബാക്കിയെല്ലാം ഓരോന്നിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് കാണാം. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റിങ്സ് എഡിറ്റ് ചെയ്യാം. ഇനി അനിമേറ്റിനകത്താണ് അനിമേഷൻസ് ഉള്ളത്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ലെറ്റർ ബോക്സും അനിമേറ്റ് ചെയ്യാം. എൻറ്റയർ പേജ് ആണെങ്കിൽ അങ്ങനെയും അനിമേറ്റ് ചെയ്യാം. പ്ലേ അടിച്ച് കഴിഞ്ഞാൽ അനിമേഷൻസ് കാണാം. ദെൻ ട്രാൻസ്പെറൻസി, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇഫക്റ്റ് വേണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം, നണ്ണ് കൊടുക്കാം. അതുപോലെ തന്നെ അനിമേഷൻ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നണ്ണ് കൊടുക്കാം. ട്രാൻസ്പെറൻസി, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. ലെയർ, നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ലെയറിംഗ് സിസ്റ്റം ഇവിടെ കാണാം. ഇതിനകത്ത് ഇത് ലോക്ക്ഡ് ലെയറാണ്. ബാക്ക്ഗ്രൗണ്ട് ലോക്ക്ഡ് ലെയർ ആയിരിക്കും ഉണ്ടാവുക, അത് മൂവ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ലെയേഴ്സിനെല്ലാം നമുക്ക് ഇപ്പം ഓർഡർ ചേഞ്ച് ചെയ്യൊക്കെ വേണമെങ്കിൽ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട്. അതുപോലെ തന്നെ ലെയറുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിൻ്റെ മുകളിൽ ഒന്നുണ്ടെങ്കിൽ അതിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുന്ന ലെയറാണ്, ഇതിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ പൊസിഷൻ, നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ, ഫ്രണ്ടിലാണോ ബാക്കിലൊക്കെയാണോ വേണ്ടത് അത് ചേഞ്ച് ചെയ്യാൻ. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇത് മൂവ് ചെയ്യാനാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാം. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാം. റൊട്ടേഷൻ ഓപ്ഷനാണ് ഇതുണ്ടായിരുന്നത്, മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇത് കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ സെലക്ട് ചെയ്യുക, ഒന്ന് സൂം ചെയ്ത് വെക്കുക, പിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂം കിട്ടും. ഇതിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് മൾട്ടിപ്ലൈ ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്തത് കൂടെ സെലക്ട് ചെയ്യുക. ദെൻ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ കിട്ടും. പൊസിഷനിൽ വന്ന് അലൈൻമെൻറ്റ് എടുത്ത്, ഇപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് അലൈൻ ചെയ്യേണ്ടത്, കണ്ടോ 2 ലെഫ്റ്റ് അലൈൻമെൻറ്റ് വന്നു. അഡ്വാൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പൊസിഷൻസൊക്കെ കൊടുത്ത് ചെയ്യാനായിട്ട് പറ്റും. നഡ്ജ്, ഇത് മൊബൈലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ നഡ്ജ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ട് നമുക്ക് ഒന്ന് മാനുവലായിട്ട് ചെറുതായിട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഓപ്ഷനൊക്കെ കിട്ടും. ബട്ട് ഇത് കണ്ടോ, ഇത് ഈ ബോക്സിന് ഈക്വലായിട്ടാണ് വന്നിട്ടില്ല. പക്ഷേ ലെറ്റർ സ്റ്റൈലിഷ് സൈസ് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് കറക്റ്റല്ല വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറിയ ഒരു പോയിൻ്റൊക്കെ മൂവ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നഡ്ജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുഞ്ഞു ഡിസ്റ്റൻസ് പോലും
കുഞ്ഞു പ്രശ്നങ്ങൾ പോലും കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതൊക്കെ അലൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി, ഇത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ലെറ്റർ ബോക്സിനെ ബേസ് ചെയ്തിട്ടാണ് അലൈൻമെൻറ്റ് നടക്കുന്നത്. ആൻഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട മോർ ഓപ്ഷനാണ്, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന മോർ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഒന്ന് മാജിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇതിൽ എന്താണോ വേണ്ടത് അത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യിപ്പിച്ച് ടൈപ്പ് ചെയ്ത് എടുക്കാം. പക്ഷേ ഇതൊരു പ്രീമിയം ഫീച്ചറാണ്. ആൻഡ് ഓൾസോ കണ്ടിന്യൂ റൈറ്റിംഗ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസി എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കി നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടണം. അപ്പോൾ കണ്ടോ, ഇത്രയും സാധനം റൈറ്റ് ചെയ്ത് തരും. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. എന്തെങ്കിലും നമ്മളൊരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എഴുതി തരാനായിട്ട് അത് മാജിക് റൈറ്ററിൽ പറ്റും. ഷോർട്ടൺ, ഇപ്പോൾ നമ്മൾ വലിയൊരു സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ അത് ഷോർട്ടൺ ചെയ്യാനായിട്ട് പറ്റും. റീറൈറ്റിംഗ് ഇതും യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചില വേർഡുകൾക്കൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് വേർഡ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വേർഡ് എഴുതി കൊടുക്കുക, റീറൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് കിട്ടും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫേം എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ കിട്ടി നമുക്ക്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിക്ക് പകരം ഫേം എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റ്, ഇപ്പോൾ ജസ്റ്റ് സോൾഡ്, ഇപ്പോൾ ഇത് ക്ലീഷേ സാധനമാണ്, അപ്പോൾ അതിന് പകരം റീറൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റീസെൻ്റ്ലി സോൾഡ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റ് വേർഡ് ഇതിൻ്റെ മീനിങ് മാറാതെ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഈ റീറൈറ്ററിൻ്റെ അഡ്വാൻറ്റേജ്. മോർ ഫണ്ണ് ജസ്റ്റ് വേറെ കുറേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് AI ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോൾഡ് ബേബ് എന്നൊക്കെ പറയുന്ന ഇച്ചിരി ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ ഫ്രീ ആണ്. ഇനി ഫോർമലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിങ്കിൾ ഫെയറി ടെസ്റ്റ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാജിക് റൈറ്ററിൻ്റെയാണ് ഇത്. കമൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കമൻറ്റ്സ് ഓർ മെൻഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇത് വരുന്നത് നമുക്ക് ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണാനായിട്ട് സാധിക്കും നമുക്ക്. ഓക്കെ, ഇത് നമ്മളുടെ പ്രിൻറ്റിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്തൊന്നും വരില്ല. അത് കമൻറ്റ്സ് നമുക്ക് കാണാൻ മാത്രമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ആൻഡ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കോപ്പിയും കൂടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലൈൻ എഴുതാൻ പോവാണ്, നോ മോർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതേ ഫോണ്ട് കാര്യങ്ങളൊന്നും മിസ്സാവാതെ, അതേ സ്റ്റൈലും കാര്യങ്ങളൊന്നും മിസ്സാവാതെ തന്നെ നമുക്കത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ആൻഡ് മോർ ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ട സംഗതി തന്നെ. ഇപ്പോൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഇവിടെ താഴത്തെ ബട്ടണിൽ വരും, താഴത്തെ ബാറിൽ വരും. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഷേപ്പൊക്കെ ആണെങ്കിൽ ഷേപ്പ് എഡിറ്റ് ചെയ്യാനുള്ള, ഷേപ്പിനകത്ത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഷേപ്പ് ടെക്സ്റ്റ് എന്ന് പറയും. ഇനി ഷേപ്പ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇപ്പോൾ ഈ ഷേപ്പല്ല, നമുക്ക് വേറെ ഷേപ്പാണ് വേണ്ടതെങ്കിൽ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഏത് ടൈപ്പ് ഷേപ്പാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പ് ഇതിന് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ മാറിയിട്ടൊക്കെ ഇപ്പോൾ ലെഫ്റ്റ് ഐക്കൺ റൈറ്റ് ഐക്കൺ ആക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്പുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാം, ചേഞ്ച് ചെയ്തിട്ട് എടുക്കാം. ആൻഡ് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ നമ്മളെ എഡ്ജ്, അതായത് ബോർഡറിൻ്റെ വിഡ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ബോർഡറിൻ്റെ സ്റ്റൈൽ മാറ്റാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഡോട്ടഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം, ഡാഷ്ഡ് ലൈൻസ്, വാട്ടെവർ എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. വേണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിക്കോളും. ഈ മൊബൈലിൽ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളിലൊന്നാണിത്, കറക്റ്റായിട്ട് ട്വീക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. ഇനി കോർണറിൻ്റെ ഷേപ്പ് കുറച്ചും കൂടെ റൗണ്ടഡ് ആക്കാനൊക്കെ, ഇപ്പോൾ ഈ ഷേപ്പിനത് പറ്റില്ല, കേർവ്ഡ് ആക്കാനായിട്ട് പറ്റും. ഓൾറെഡി കേർവ്ഡാണ്, മാക്സിമം കേർവ്ഡിലാണ്. അപ്പോൾ നമുക്കത് കുറച്ച് കുറയ്ക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ആൻഡ് ഫോണ്ട് സെലക്ട് ചെയ്യാൻ, ഇതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഫോണ്ട് അതിനകത്ത് ടൈപ്പ് ചെയ്തതല്ല, ഇത് വേറെ ഒരു ടെക്സ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന കൺഫ്യൂഷൻ വരണ്ട. ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബ്ലോക്ക് വെച്ച് ടൈപ്പ് ചെയ്തത്. ഇനി ഇതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് എഡിറ്റർ വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ആ ടെക്സ്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇത് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനൊരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട്, സ്ട്രോം, അതാണ് കാണുന്നത്. ലെയറിൻ്റെ നഡ്ജ്, ഇങ്ങനത്തെ ബാക്കി ഓപ്ഷൻസൊക്കെ അവിടെ കാണാം. ഇനിയിപ്പോൾ സപ്പോസ് ഇതൊരു ഇമേജ് ആണെങ്കിൽ ഇമേജിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ പ്രീമിയം ഫീച്ചറാണ്. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ഇതുപോലെ ക്രോപ്പ് ചെയ്യാം, ഡൺ കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, സ്മാർട്ട് ക്രോപ്പൊക്കെ ഉണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് നമുക്ക് എന്താണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇതിൽ വന്നിട്ട് കോൺട്രാസ്റ്റ് കൂട്ടി വെക്കാം. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ വാട്ട് എവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോർഗ്രൗണ്ടിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് സെലക്റ്റഡ് ഉണ്ടോ, ആ സ്കൈയൊക്കെ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മാജിക് സ്റ്റുഡിയോ ഓപ്ഷൻ ഉണ്ട്. മാജിക് സ്റ്റുഡിയോക്കകത്ത് കുറേ ഇഫക്റ്റുകളാണ്, ബട്ട് ഇതെല്ലാം പ്രീമിയം ഫീച്ചറാണ്. ദെൻ ഫിൽറ്റേഴ്സ് ഉണ്ട്. അത്യാവശ്യം ഫിൽറ്ററുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇമേജ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട അത്യാവശ്യം ഫിൽറ്ററുകളുണ്ട്. ഇതിനകത്ത് കുറേയധികം ഡിഫറെൻറ്റ് ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിൽറ്ററുകളും ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എഫക്ട്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ബ്ലർ ചെയ്യുന്ന പോലത്തെ ഇഫക്റ്റുകളെല്ലാം ഇതിനകത്തുണ്ട്. ഫേസ് റീടച്ച് അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം കാണാം. ഷാഡോസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അതൊക്കെ അവിടെ കാണാം. എഫക്ട്സിനകത്ത് കാണാം. ആപ്സ് ഫിൽറ്റർ, അതായത് ഇമേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആപ്സുകളിവിടെ കാണാം. അല്ലാത്തയും ആപ്സുകളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഗ്ലിച്ച് പോലത്തെ ഇഫക്റ്റൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ലൈക്ക് ഇതിനെ നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് ആഡ് ചെയ്യാം. അതായത് ഇമേജിനെ നമുക്ക് കളറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫ്ലിപ്പ് ഓപ്ഷൻ, റൊട്ടേറ്റ് അല്ല, ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് നമ്മുടെ ആനിമേഷൻ്റെ ടൈമാണ്, 5 സെക്കൻഡാണുള്ളത്. അത് വേണമെങ്കിൽ കൂട്ടാം. അനിമേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഏത് കൈൻഡ് ഓഫ് അനിമേഷൻസ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്ലൈ ടു ഓൾ പേജസ് ആണെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള അനിമേഷൻ എൻറ്റയർ പേജിലായിരിക്കും വരുന്നുണ്ടാവുക. ട്രാൻസ്പാരൻസി ഓഫ് കോഴ്സ് നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലെയർ ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ട ലെയറിൻ്റെ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഡിസൈനിലേക്ക് ഒരു എലമെൻ്റ് ആഡ് ചെയ്യാനാണെങ്കിൽ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലൈക്ക് ലോഗോ, ഓക്കെ. അപ്പോൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോഗോസ്, ഫ്രെയിംസ്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്താണോ വേണ്ടത്, ഇപ്പോൾ ഗ്രാഫിക്സ് ആണ് വേണമെങ്കിൽ ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാജിക് റെക്കമെൻഡേഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം എടുക്കാം. ഞാനിതാണ് സെലക്ട് ചെയ്തത്. നമുക്ക് ഈ ഒരു ഡിസൈൻ മാറ്റിയിട്ട് ഈ ഡിസൈൻ ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് ഗൈഡ്സൊക്കെ ഇവിടെ കാണാം കേട്ടോ മൂവ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ കുഴപ്പമുള്ള എന്താ വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. നമ്മുടെ വിരലുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് പൊസിഷനോ കാര്യങ്ങളോ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു ചെറിയ കുഴപ്പമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അപ്പോൾ വിരൽ കൂടെ എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമുക്ക് മാജിക് സ്റ്റുഡിയോ അല്ലെങ്കിൽ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വാട്ടെവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനകത്ത് എടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ഇനി ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ റീപ്ലേസ് ചെയ്യാൻ, ലൈക്ക് എനിക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്തു, ഈ ഫോട്ടോ വേണ്ട, വേറൊരു ഫോട്ടോ വേണ്ടത്. ഇപ്പോൾ ഇവിടെ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് കാണാം. ക്യാമറ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. ഇപ്പം ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറക്കകത്ത് നിന്ന് നമുക്ക് ഇമേജ് എടുക്കാം. ലൈക്ക് ഇതാണ് ആപ്പിലുള്ള ഒരു പ്രത്യേകത. ഫോട്ടോ എടുത്തു, യൂസ് ദിസ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്, അതിൻ്റെ ആവശ്യമില്ല. ലൈക്ക് ഫോട്ടോ നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ റീപ്ലേസ് കൊടുത്തു. എനിവേ ക്യാമറ റോൾ അല്ലാതെ ക്യാമറ റോളിൽ ഉണ്ടായിരുന്നു, അതായത് മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതെല്ലാം ക്യാമറ റോളിനകത്ത് വന്നിട്ടുണ്ടാവും, പ്രസൻറ്റിൽ വന്നിട്ടുണ്ടാവും. റീപ്ലേസ് മൾട്ടിപ്പിൾ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്ലോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള പടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോട്ടോസിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ്, ഇത് ക്യാൻവയുടെ ഫോട്ടോ ലൈബ്രറിയാണ്, അതിനകത്തുള്ള ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഇതിൽ റീസെൻ്റ്ലി യൂസ് ചെയ്ത് കാണാം മാജിക് റെക്കമെൻഡേഷൻ. ഇവർ വെച്ചിട്ട് റെക്കമെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഫോട്ടോസാണ്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇമേജസ് ഇവിടെ കാണാം. ലൈക്ക് അപ്പോൾ നമുക്ക് മാജിക് റെക്കമെൻഡേഷൻ വെച്ചിട്ട് തന്നെ ഒരു ഇമേജ് എടുക്കാം. ദിസ് വൺ, ഓക്കെ, ദിസ് ഓൾ ഔട്ട്, ഓക്കെ ഫൈൻ. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് നമ്മൾ കൊടുത്ത ഫിൽറ്റേഴ്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് അപ്ലൈ ആയിരിക്കും. കണ്ടോ, ബ്രൈറ്റ്നസ് കൊടുത്തത്, ബാക്ക്ഗ്രൗണ്ടിനകത്ത് കൊടുത്തത് എല്ലാം ഇതിനകത്ത് അപ്ലൈ ആയിരിക്കും. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സൂം ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്യും.
അപ്പോൾ എലമെൻറ്റ്സിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എലമെൻറ്റ്സ് എന്താണോ, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് അല്ല, ഗ്രാഫിക്സ് ആണെങ്കിൽ ഗ്രാഫിക്സ്, ഷേപ്സ് ആണെങ്കിൽ ഷേപ്സ്, ഇമേജസ് ആണെങ്കിൽ ഇമേജസ്, വോട്ടെവർ നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് അനിമേഷൻസ് ആണെങ്കിൽ അത് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ഫ്രെയിംസ്, വോട്ടെവർ ഇറ്റ് ഈസ്. ഇനി ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. മാജിക് റൈറ്റിംഗ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സാധനമാണ്. അത് ക്രെഡിറ്റ്സ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് നമ്മളെ ഫ്രീ അക്കൗണ്ടിൽ നിന്ന് പോവും. അല്ല നിങ്ങൾ പ്രീമിയം ആണെങ്കിൽ പിന്നെ അതിനകത്ത് കണ്ടീഷൻസ് ഒന്നുമില്ല. ദെൻ ബ്രാൻഡഡ് കിറ്റിനകത്തുള്ള ഫോൺസ്, അതുപോലെ തന്നെ ഡീഫോൾട്ട് ഹെഡ്, സബ് ഹെഡ്, അതുപോലെ തന്നെ ബോഡി, അതുപോലെ ഇവിടെ ഡൈനാമിക് ടെക്സ്റ്റ് ഉണ്ട്, പേജ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൈനാമിക് ടെക്സ്റ്റ് ഉപയോഗിക്കാം. ഇനി റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് സ്റ്റൈലുകൾ, കോമ്പിനേഷൻസ് ആണ് ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും പെയ്ഡും ഫ്രീയും ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. ദെൻ നമ്മുടെ ക്യാമറ റോൾ എലമെൻറ്റിൽ കണ്ട നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ കണ്ട അതേ ക്യാമറ റോൾ ഇവിടെ കാണാം. നമ്മൾ ഹോം ബട്ടണിൽ ഇവിടെ കണ്ടിട്ടുള്ള മെനു ബാറിൽ കണ്ടിട്ടുള്ള ബ്രാൻഡഡ് കണ്ടൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ലോഗോസും ഹെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈനിലേക്ക് ഈസി ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബട്ട് ഇതൊരു പ്രീമിയം ഫീച്ചറാണ്. ദെൻ അപ്ലോഡ്, ഡയറക്റ്റായിട്ട് നമ്മളുടെ ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ ഓഡിയോസൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഡിവൈസിൽ നിന്നോ ഒക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. അത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ അപ്ലോഡ്. നമുക്ക് ഫ്രീ സ്റ്റോറേജ് 5 GB ഒറിജിനൽ ഉപയോഗിക്കുമ്പോൾ 1 TB സ്റ്റോറേജ് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഫയൽസ് അല്ല. ഇപ്പോൾ ബ്രാൻഡൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ബ്രാൻഡ് ഉപയോഗിക്കാൻ നമുക്ക് ഫ്രീ വേർഷനിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലോഗോസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കാം. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഡ്രോയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ടീച്ചിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡ്രോ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറെ എന്ത് ഉപയോഗം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വലിയ ചിത്രം വരക്കാനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ബ്രഷസ് അവൈലബിൾ ആണ്. സോ അതിനകത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യണമെങ്കിലൊക്കെ ലൈക്ക് മാർക്ക് ചെയ്ത പോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അത് എറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എറേസർ ടൂൾ ഉണ്ട്. ഇത് പർട്ടിക്കുലർ സാധനം സെലക്ട് ചെയ്ത് വെക്കാനുള്ളതാണ്, സെലക്ടറാണ്. സോ സെലക്ട് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ബ്രഷിൻ്റെ സ്ട്രോക്ക് വെയിറ്റ് കൂട്ടാനും അതുപോലെ തന്നെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡ്രോക്കകത്ത് ഉള്ള കാര്യങ്ങൾ. ഇത് വേണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി. ദെൻ പ്രൊജക്റ്റ്, നമുക്ക് ഫയൽ ഓർഗനൈസ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. ഇതിപ്പോൾ ഷെയർ ചെയ്ത ഫയൽസാണ്. നമ്മൾ ഓൾ പ്രൊജക്റ്റ് കൊടുക്കാം, യുവർ പ്രൊജക്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ ഇമേജിലേക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിലേക്ക് ആഡ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ലൈക്ക് എംബഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ന്യൂ പേജ്, റീപ്ലേസ് കറണ്ട് പേജ്. നമ്മൾ നേരത്തെ ഡിസൈൻ ആഡ് ചെയ്ത പോലത്തെ നമ്മൾ പ്രൊജക്റ്റിനകത്ത് നിന്ന് ആഡ് ചെയ്യാം. ദെൻ ആപ്സ് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോട്ടോസ് ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഫക്റ്റുകൾ ആഡ് ചെയ്യാൻ ഞാൻ കുറച്ച് ആപ്സുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറേയധികം വെറൈറ്റി കൈൻഡ് ഓഫ് ആപ്സുകൾ ഇതിനകത്തുണ്ട്. കുറേ വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്പുകളുണ്ട്. ഇപ്പം ഫോട്ടോ ടു ഇമോജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, അതുപോലെ തന്നെ ഡ്രോയിങ് പോലത്തെ സാധനങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷന്, അങ്ങനെ കുറേയധികം സാധനങ്ങൾ ആപ്പുകൾ ഇതുണ്ട്. QR കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, QR കോഡ് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ കുറേയധികം കാരിക്കേച്ചറിസ്റ്റ് ചെയ്യാനുള്ള, അതിൽ കുറേയധികം ഫ്രീയും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീമിയം ഉണ്ട്, ഫ്രീയും ഉണ്ട്. അപ്പോൾ ചിലത് ആപ്പെല്ലാം ഫ്രീ ആണ്, ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അത് പ്രീമിയം ആകാറുണ്ട്. ഉദാഹരണത്തിന് ഇതിനകത്തുള്ള കുറച്ച് ആപ്പുകൾ നമുക്ക് നോക്കാം. മാജിക് മീഡിയ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീ ക്രെഡിറ്റ്സുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 50 ക്രെഡിറ്റ്സ് ഫ്രീ ഉണ്ട്,
അതിൽ ഒരെണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഉണ്ട്, അതും 50 ഉണ്ട്. വീഡിയോക്ക് 5 ക്രെഡിറ്റ്സ് ഉള്ളത്. AI വെച്ചിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റീവ് AI ആണ് വരുന്നത്. ദെൻ ഫോട്ടോസ്, ഇത് ക്യാൻവക്കകത്തുള്ള ഫോട്ടോസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വീഡിയോസ്, ക്യാൻവക്കകത്തുള്ള പ്രീമിയം ആൻഡ് ഫ്രീ വീഡിയോസ് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ആഡ് ചെയ്യാൻ. ഇത് ബാക്ക്ഗ്രൗണ്ടാണ്, ബാക്ക്ഗ്രൗണ്ട്സുകൾ നമ്മൾ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊരു ആപ്പ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രാൻഡ് ഫെഞ്ച്, ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ ലോഗോസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബിൻ്റെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് യൂട്യൂബിൻ്റെ വീഡിയോ ഒരു ഐക്കണോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ലോഗോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അത് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസൈനിന് ആപ്റ്റായിട്ടുള്ള കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലോഗോസും ഇതിനകത്തുണ്ട്. നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിൻ്റെ കളറ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമേജസ്, എന്തെങ്കിലും സ്പെസിഫിക് ഇമേജസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെയും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം ഫേസ്ബുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ലോഗോസ്, കളേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ്, വ്യത്യസ്തമായിട്ടുള്ള ലോഗോസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ ഡിസൈനിന് ആപ്റ്റായിട്ടുള്ള, ഇപ്പോൾ ഫേസ്ബുക്ക് എഴുതി കാണിക്കണേ അങ്ങനെ അല്ല, റെഡല്ല ബ്ലൂവിലോ വാട്ടവർ, എങ്ങനത്തെയാണ് വൈറ്റിൽ ആൻഡ് ബ്ലാക്കിൽ വൈറ്റിൽ, എങ്ങനെയാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബ്രാൻഡ് ഫെഞ്ച് എന്ന് പറയുന്ന ആപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്, ഫ്രീ ആപ്പാണ്. പിന്നെ വേറെ കുറച്ച് ആപ്പുകൾ കൂടെ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് മേക്കറൊക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് മേക്കർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം ടെക്സ്റ്റ് ഇഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ അധികം സാധനങ്ങൾ പ്രോ വെർഷനിലുള്ളതാണ്, പ്രോ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ കുറച്ചെണ്ണം ഫ്രീ ആണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം സപ്പോസ് ഇതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് നിഞ്ചക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, സോൾഡ് ഔട്ട് കൊടുത്തു. ഇനി ഇവിടെ ഏത് ടൈപ്പാണെന്നുള്ള ഓപ്ഷൻ, അത് ഫോണ്ട് ഏത് ഫോണ്ടാണ് എന്നുള്ളത് നമുക്കിതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫോണ്ട് വരും. ഇനി അതിൻ്റെ എഫക്റ്റുകൾ, അലൈൻമെൻറ്റ് ഇഫക്റ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3D വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പ്രീമിയം ഫീച്ചേഴ്സ് ആട്ടോ ഈ കൊടുത്തേക്കുന്നതെല്ലാം. ഐ തിങ്ക് ഇറ്റ്സ് യൂസ് ചെയ്തതാണ്, അത് പ്രീമിയം അല്ല. അപ്പോൾ എന്താണ് വേണ്ടത് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആംഗിളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യും. ആൻഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആഡ് ടു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മീഡിയം ക്വാളിറ്റി, ലോ ക്വാളിറ്റി മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഹൈ ക്വാളിറ്റി ആൻഡ് മാക്സിമം പ്രീമിയം പ്രോ ഫീച്ചറിലാണുള്ളത്. അതിന് നമ്മൾ വേറെ കാശ് കൊടുക്കണം. ആഡ് ടു ഡിസൈൻ നമുക്കങ്ങനെ അഹങ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. എനിവേ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്. പേജസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഈ പേജ് ഇവിടെ നിർത്തിട്ട് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ വലിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ 1-2 പേജ് നമ്മൾ ഒരു സ്ലൈഡ് ഷോയോ അല്ലെങ്കിൽ ഒരു ആഡിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ഉപയോഗിക്കാം. ആൻഡ് എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊബൈൽ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.